ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് വരുന്ന പല ലേഡീസിനും റിക്കറന്റ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കോമൺ പ്രോബ്ലം ആണ്. ഇത് പലപ്പോഴും ഉണ്ടാകുന്നതിന്റെ കാരണം സിമ്പിൾ ആണ്. പറയുമല്ലോ, നമ്മൾ ഇന്ന ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുക, ആ സമയം നോക്കി നമ്മൾ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ഇന്റിമസി വരുമ്പോൾ ആ ലേഡി പ്രോപ്പർലി ഒരു അറൗസൽ ആവാതെ അവർക്കൊരു പ്രോപ്പർ വെറ്റ്നസ് കിട്ടാതെ നമ്മളൊരു പെനിട്രേറ്റീവ് നടക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ബിക്കോസ് ഹസ്ബൻഡ് ഓൾസോ വിൽ ബി ലിറ്റിൽ ബിറ്റ് ആങ്ഷ്യസ് ദാറ്റ് ഈ സമയത്ത് എന്തൊക്കെയായാലും നമുക്ക് ഇത് നടക്കണമെന്നുള്ള ചിന്തയിൽ ദേ വിൽ ബി ലിറ്റിൽ ഫോഴ്സ്ഫുൾ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്തുവാണ്, ഒരു അഡിക്വേറ്റ് വെറ്റ്നസ് ഇല്ലാണ്ട് നമുക്കൊരു എൻട്രി നടക്കുമ്പോൾ നമ്മുടെ വജൈനൽ ഓപ്പണിങ്ങിന് നേരെ മേളിലാണ് യൂറിത്രയുടെ ഓപ്പണിംഗ്, അതായത് മൂത്രം പോകുന്ന ട്യൂബ്. അപ്പോൾ അവിടെ ചെറിയ മുറിവുകളോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു എൻവയോൺമെന്റ് അത്ര ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ല. ഹെയർ ഗ്രോത്തും മറ്റും ഒക്കെ ഇച്ചിരി ഹ്യൂമിഡ് എൻവയോൺമെന്റ് ആകുമ്പോൾ കുറച്ച് ബാക്ടീരിയയുടെ കണ്ടാമിനേഷൻ അവിടെ കൂടുതലായിരിക്കും. സോ ഇത് പെട്ടെന്ന് നമ്മുടെ യൂറിനറി ബ്ലാഡറോട്, എസ്പെഷ്യലി ലേഡീസിന്റെ യൂറിനറി ബ്ലാഡറോട് പോയി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ ഇത് വളരെ കോമൺ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഇന്റർകോഴ്സ് യൂറിൻ പാസ് ചെയ്യുക. 2, ഒരു പ്രോപ്പർ അറൗസലിന് ശേഷം വൺസ് വി ഗെറ്റ് അഡിക്വേറ്റ് വെറ്റ്നസ് അപ്പോൾ മാത്രം നമ്മൾ എൻട്രി നടത്തുക. 3, ആഫ്റ്റർ ഒരു ഇജാക്കുലേഷൻ ഒക്കെ നടന്ന ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പ്രോപ്പർലി അവിടെ വാഷ് ചെയ്യുക, ക്ലീൻ ആക്കുക. അപ്പോൾ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ അവസ്ഥ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.